ജയ് ശ്രീരാമകൃഷ്ണ. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ ഏകദേശം 2-2.5 വർഷക്കാലം നീണ്ടുനിന്ന പാരായണത്തിന് ശേഷം ശ്രീരാമകൃഷ്ണ വചനാമൃതം സംബന്ധിച്ച മറ്റ് പഠന ഗ്രന്ഥങ്ങളുടെ വഴികൾ എങ്ങനെയൊക്കെ എന്ന് അന്വേഷിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. പ്രധാനമായിട്ടും ശ്രീരാമകൃഷ്ണ വചനാമൃതവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള വിവിധ ഗ്രന്ഥങ്ങൾ. അതിൽ ഇത്തവണ എടുത്തിരിക്കുന്നത് സ്വാമി ഭൂദേശാനന്ദജി മഹാരാജിൻ്റെ ശ്രീരാമകൃഷ്ണ ആൻഡ് ഹിസ് ഗോസ്പൽ എന്ന ഗ്രന്ഥം. അത് അദ്ദേഹം ബംഗാളിയിൽ നടത്തിയ പ്രഭാഷണങ്ങളുടെ ഒരു കളക്റ്റീവ് വർക്ക്സാണത്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പിന്നീട് പുസ്തകമായിട്ട് ഇറങ്ങിയതാണ്. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ ആഴത്തിൽ പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് മുൻ എപ്പിസോഡുകളിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ പഠന പദ്ധതി ആരംഭിച്ചിട്ട് ഇതിപ്പോൾ 4-ാം ദിവസത്തെയാണ് നോക്കുന്നത്. അത് ഭൂദേശാനന്ദജി മഹാരാജിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ വന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് വായിച്ച് വിശദീകരിക്കുന്ന ഭാഗം, അതായത് നാരദൻ്റെ ഭക്തിമാർഗം, ഇതാണ് ഇന്നത്തെ ടൈറ്റിൽ. നാരദീയ ഭക്തിയുടെ പ്രത്യേകത എന്തെന്നാൽ ഈശ്വരനാമം മാത്രം ജപിക്കാനുള്ള അവസരം എനിക്ക് മതി, മറ്റൊന്നും തരരുതേ എന്നാണ്. അതാണ് നാരദീയ ഭക്തിയുടെ പ്രത്യേകത. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല, ഈശ്വരനാമം ജപിക്കാനുള്ള അവസരം മാത്രം എനിക്ക് തന്നാൽ മതി. ഇങ്ങനെയാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങളിൽ പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള വൈവിധ്യമാർന്ന പരിഹാരങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, മുൻകാലങ്ങളിൽ മനുഷ്യർ ആചാരങ്ങളും തപസ്സുകളും അനുഷ്ഠിച്ചിരുന്നു. കലിയുഗത്തിൽ മനസ്സ് വളരെ ദുർബലമാണ്. ആളുകളുടെ ജീവിതശൈലി ഭക്ഷണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അന്നഗത പ്രാണൻ എന്ന് പറയും. ഈ കലിയുഗത്തിൽ എല്ലാവരുടെയും താല്പര്യം ഭക്ഷണം മാത്രമാണ്. അത് അന്നഗത പ്രാണൻ ആയതുകൊണ്ടാണ് എന്ന് പറയും. ഇവിടെയും ശ്രീരാമകൃഷ്ണദേവൻ അത് തന്നെ സൂചിപ്പിക്കുന്നു. ആളുകളുടെ ജീവിതശൈലി ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു.
അതിനാൽ ലൗകികതയുടെ രോഗം ഭേദമാക്കാൻ ഏകാഗ്രതയോടെ ഈശ്വരനാമം ജപിച്ചാൽ മതി. പുരാതന ഋഷിമാർ ചെയ്തതുപോലെ തപസ് ചെയ്യാൻ നിങ്ങൾക്ക് എവിടെയാണ് സമയം? നിങ്ങളുടെ ജീവിതം ഹ്രസ്വവും ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നതുമാണ്. ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഹ്രസ്വവും കൂടിയാണ്. വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നമുക്കുള്ളൂ ഈ ഭൂമിയിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്ര സമയമില്ല. അതുകൊണ്ട് കഠിനവും ദീർഘവുമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. നാരദൻ്റെ ഭക്തിമാർഗത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഭക്തിമാർഗം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല. അന്നത്തെ കാലത്ത് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ അവകാശമില്ലാത്ത ജനങ്ങളും ഉണ്ടായിരുന്നു എന്ന ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തെ കൂടി ഈ സമയത്ത് നമ്മൾ ഓർക്കണം. കാര്യം ഇത് ശ്രീരാമകൃഷ്ണദേവൻ പറയുമ്പോൾ 1800-കളിലാണ്. അപ്പോൾ ഏതാണ്ട് 150 വർഷം മുമ്പുള്ള ഭാരതത്തിൻ്റെ അവസ്ഥയെ കൂടെ കണക്കിലെടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. അന്നത്തെ കാലത്ത് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ അവകാശമില്ലാത്ത ജനങ്ങളും ഉണ്ടായിരുന്നു. നാരദൻ്റെ ഭക്തിമാർഗത്തിൻ്റെ സാരാംശം അത് ഈശ്വരനിലുള്ള ശുദ്ധമായ വിശ്വാസമാണ്. ഏതൊരു ഭക്തനെയും അഭയം പ്രാപിക്കാനും സ്വയം സമർപ്പിക്കാനും പ്രേരിപ്പിക്കുന്നു. അതിനായി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതായത് ശ്രീരാമകൃഷ്ണദേവൻ നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന്. ശ്രീരാമകൃഷ്ണദേവൻ കാണിച്ചു തന്നു. എങ്ങനെയാണത്? അമ്മേ, എനിക്കൊന്നും അറിയില്ല, എല്ലാം എന്നെ പഠിപ്പിക്കൂ, എനിക്ക് ശരിയായ ധാരണ നൽകൂ, എങ്ങനെ സമീപിക്കണമെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യേണ്ടത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കൂ. ഇത്തരത്തിലുള്ള പൂർണ്ണമായ സമർപ്പണം നാരദൻ്റെ ദിവ്യ സ്നേഹത്തിൻ്റെ മാർഗമാണ് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു. അതായത് എല്ലാം ഈശ്വര അങ്ങ് തന്നെ എല്ലാം എനിക്ക് വേണ്ടി നിർവഹിക്കണം എന്നുള്ള ഒരു സമർപ്പണമാണ്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഒരാൾ ഈശ്വരനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായിട്ടല്ല ഭക്തിയെ കാണുന്നത്. നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്താനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും നമ്മുടെ ബന്ധങ്ങൾ സന്തോഷകരമായി നിലനിർത്താനും ദീർഘായുസ് നൽകാനും വേണ്ടിയല്ല എന്ന് ചുരുക്കം. ഇതെല്ലാം എല്ലാ മനുഷ്യരുടെയും സ്വാഭാവിക ആഗ്രഹങ്ങളാണ്. എന്നാൽ ഈ ലൗകിക ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിൽ ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ വിലക്കി. ഈശ്വരൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. ഉടൻ നമ്മൾ ഇന്നത്തെ കറിക്ക് ആവശ്യമുള്ള മത്തങ്ങയോ കുമ്പളങ്ങയോ വേണമെന്നാണോ പറയുക? അതോ നമ്മൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുള്ള അതാണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് വളരെ ലൗകികമായ കൊച്ചു കൊച്ചു കാര്യങ്ങളാണോ ഈശ്വരനോട് ആവശ്യപ്പെടുക? അതൊക്കെ നൽകാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ മറ്റു പലതും നൽകാൻ കഴിയും എന്ന് ഓർക്കണം. ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന മഹാവൃക്ഷമാണ് ഈശ്വരൻ. നിസ്സാരമായ കാര്യങ്ങൾ ചോദിച്ച് തൃപ്തിപ്പെടുത്തുന്നത് എന്തിനാണ്? ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഈശ്വരനെ ലഭിച്ചാൽ പിന്നെ മറ്റൊന്നും ലഭിക്കാനില്ല. മറ്റൊരു നേട്ടവും അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതരുത് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ചിറ്റമ്മയുടെ അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും കൊണ്ട് മനം നൊന്ത് സ്വന്തം അമ്മയുടെ നിർദ്ദേശപ്രകാരം തപസ്സിന് പുറപ്പെട്ട ധ്രുവന്റെ കഥ കേട്ടിട്ടില്ലേ? പിതാവിനുള്ളതിനേക്കാൾ വലിയൊരു രാജ്യം സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചു. കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അചഞ്ചലമായ ഏകാഗ്രതയോടെ അവൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് ധ്രുവൻ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. കുട്ടിയുടെ ആത്മാർത്ഥവും തീവ്രവുമായ തപസ്സിൽ ഈശ്വരന് വഴങ്ങേണ്ടി വന്നു. ധ്രുവന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് ഈശ്വരൻ ചോദിച്ചു, എന്നോട് നീ പറയൂ, നിനക്കെന്ത് വരമാണ് വേണ്ടത്? ധ്രുവൻ ആ നിമിഷം വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. അവൻ ആലോചിച്ചു, ഞാനൊരു വലിയ രാജ്യം ആഗ്രഹിക്കുകയായിരുന്നു. അതിനാൽ
ഞാൻ തപസ് ആരംഭിച്ചത് അതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ വളരെ വലിയ ഒരു കാര്യം മുന്നിൽ വന്നിരിക്കുന്നു. ഞാൻ വെറും ചില്ലു കഷ്ണങ്ങളാണല്ലോ ആഗ്രഹിച്ചത്, പക്ഷെ ഇപ്പോഴോ രത്നക്കല്ലുകൾ വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ലഭിക്കും. തീർച്ചയായും മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ ഈശ്വര, എൻ്റെ ഭഗവാനെ, എനിക്ക് ആഗ്രഹപൂർത്തീകരണം ലഭിച്ചു. എനിക്കൊരു വരവും ഇനി വേണ്ട. ഇതാണ് ധ്രുവൻ പറഞ്ഞത്. ഇതിനെയാണ് നിരുപാധികമായ ഭക്തി അല്ലെങ്കിൽ നിസ്വാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. നാരദൻ്റെ ഭക്തിമാർഗം എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഈ തരത്തിലുള്ള ഭക്തി ഹിന്ദുമതത്തിലെ ഏതു വിഭാഗത്തിൽപ്പെട്ടവർക്കും അനുയോജ്യമാണ്. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മറ്റു വിശ്വാസങ്ങളുടെ അനുയായികൾക്കും ഇത് പരിശീലിക്കാം. ഈ തരത്തിലുള്ള ഭക്തി ഇല്ലാതെ ഒരാൾക്ക് ആത്മീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. വചനാമൃതത്തിൽ ഈ ലളിതമായ ഉപദേശം നമുക്ക് വീണ്ടും 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 കാണാം. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസത്തെ വായനയിൽ നമ്മൾ ഉൾപ്പെടുത്തും. ജയ് ശ്രീരാമകൃഷ്ണ.
Ah